അപ്പോഴേ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് വിഷസ് ആയിരിക്കട്ടെ. അങ്ങനെ നമ്മൾ പള്ളിയിലാണേ. പള്ളിയിലെത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ ക്രിസ്മസിൻ്റെ ഫീലിംഗ് ഫുള്ളായിട്ട് നമ്മുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. 24-ാം തീയതി വൈകിട്ടായിരുന്നു ഞങ്ങൾക്ക് കരോൾ സർവീസിൻ്റെ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരുന്നത്. 25-ാം തീയതി കുർബാനയും. 24-ാം തീയതി കരോൾ സർവീസിന് പോകാൻ പറ്റും, പക്ഷേ 25-ാം തീയതി മോർണിംഗിന് നമുക്ക് ഡൗട്ടായത് കാരണം 5:30-ക്കായിരുന്നു, എണ്ണീക്കൂല. നമ്മൾ എണ്ണീറ്റാലും ഇവരെയൊക്കെ ഒരുക്കി കെട്ടി നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കിന് അച്ഛൻ കുർബാനയും കൊടുത്ത് എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും. പിന്നെ നടക്കാത്ത പണിക്ക് നമ്മൾ നിൽക്കാറില്ല. പിന്നെ ഇതൊക്കെ പോട്ടെ, നമ്മുടെ നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കുറേ സ്കിറ്റും കാര്യങ്ങളും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചാണ് എല്ലാവരും ഇരുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ഓരോ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോഴേ നമ്മൾ പണ്ട് നമ്മുടെ കുഞ്ഞിലെ നടത്തിയ പ്രോഗ്രാമും കരോൾ സർവീസിന് പോകാറുള്ളതും ഒക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. ഇതായിരുന്നു പള്ളിയുടെ പുൽക്കൂടും. പിന്നെ പള്ളിയുടെ ഓവറോൾ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം ഇതായിരുന്നു. ഇനി ഇത് കാണിച്ചില്ലെന്ന് പറയല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി അവസാന നിമിഷമെങ്കിലും എനിക്ക് പള്ളിക്കകത്ത് കയറി കുറച്ച് നേരം ഇരിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മൊമെൻ്റ്, അങ്ങനെ ഞാൻ ഓടി വന്ന് കയറി ഇരുന്നതാണ്. കാരണം ഈ ഒരു മൊമെൻ്റ് മിസ് ചെയ്താലേ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ക്യാൻഡിലൊക്കെ കത്തിച്ച് ബാക്കി ലൈറ്റ്സ് ഒക്കെ ഓഫാക്കി നല്ല സൈലൻറ്റ് നൈറ്റ്സ് പാടുന്ന ഒക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ ഈ ഒരു മൊമെൻറ്റും കഴിഞ്ഞ് എല്ലാവരും മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരൊക്കെ